സുയാനിക്കയുടെ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർ വാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പവഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. 7 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഈ വചനം പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ 7 കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പഠിക്കാം. ക്ലേശം, ദുരിതം, പീഡനം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ഒരിക്കൽ കൂടി പറയാം. ക്ലേശം, ദുരിതം, പീഡനം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ഈ 7 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമ്മൾക്ക് വചനം പഠിക്കാം. വചനം ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എന്നിട്ടാണ് നമ്മൾ ഈ 7 കാര്യങ്ങൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ മൂലമൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യമാണിത്. 8:35 റോമാക്കാർക്ക് എഴുതിയ ലേഖനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതാണ് വചനം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി 15-ാം അധ്യായം 33-ാം വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം റോമ ഇപ്രകാരമാണ്. അതുകൂടെ നമുക്കൊന്ന് പഠിക്കാം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് നമുക്ക് പരസ്പരം ആശംസിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ഇത് ഏറ്റെടുക്കാം. പൗലോസ്ലീഹ മറ്റുള്ളവരോട്, റോമാക്കാരോട് പറഞ്ഞതാണെങ്കിലും നമുക്കത് സ്വീകരിക്കാം, നമ്മൾ ഏറ്റെടുക്കാം. സമാധാനത്തിൻ്റെ ദൈവം നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. റോമൻസ് 15:33 ആദ്യം നമ്മൾ പഠിച്ച 7 കാര്യങ്ങൾ ചേർന്ന വചനം, 8-ാം അധ്യായം 35-ാം വാക്യം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും.